ഹലോ, അപ്പോൾ നമുക്ക് ഡൈ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ ട്രൈ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഡൈ ചെയ്യാനായിട്ട് റെഡ് കളറിലെ പൗഡറാണ് എടുത്തത്. നമുക്ക് റെഡ് കളർ മാത്രമല്ല, എല്ലാ കളറും അവൈലബിൾ ആണ്. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ 10 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ബാക്കിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതി തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുള്ള് ഡീറ്റെയിൽസ്. അങ്ങനെ ഇത് ഏകദേശം വെള്ളം തിളച്ച് ഇനി ഈ വെള്ളം എന്തിലോട്ട് മാറ്റണമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പം ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയാണ് എടുത്തത്. അതിലോട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. തിളച്ച നല്ല ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം മതി. എന്നിട്ട് ഞാൻ ആ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കോലോ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കാത്ത ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചൊറുക്ക ഒഴിക്കണം. അപ്പം ഞാൻ ഇത്രയും ചൊറുക്കയാണ് കേട്ടോ ഒഴിക്കണത്. അങ്ങനെ ചൊറുക്കയും കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തു. അപ്പം ഞാൻ എടുത്തത് ഇവിടെ വൈറ്റ് കളറിലെ ടീഷർട്ടാണ്. ഈ ടീഷർട്ടിന് 150 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചാണ്. 150 രൂപ ടീഷർട്ടാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് കയറ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് സെൻറ്ററിലെ ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുത്തു. പക്ഷേ ഞാൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ കെട്ടാൻ പറ്റി, പിന്നെ എനിക്ക് കെട്ടാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കുറച്ച് ലോങ് ആയിട്ടുള്ള കയറെടുത്തിട്ട് ഇതേപോലെ കെട്ടി ഇങ്ങനെ ചുറ്റിയെടുത്ത് നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ നല്ലോണം മുറുക്കി ചുറ്റണം കേട്ടോ. ഞാൻ കുറച്ച് ലൂസാക്കിയാണ് ചുറ്റിയത്. അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം ചുറ്റി. എന്നാലും എനിക്ക് ഫുള്ളായിട്ട് ചുറ്റാൻ പറ്റിയില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. എന്നാലും ഉള്ളിടത്തോളം ഞാൻ അങ്ങോട്ട് കെട്ടിയിട്ടിട്ട് അടുത്തൊരു കയറും കൂടി എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗവും കൂടി അങ്ങനെ കെട്ടി. ഈ സെയിം മെത്തേഡ് തന്നെ ഞാൻ കെട്ടിയിട്ടാ. അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കെട്ടുമ്പോൾ നല്ല രീതിയിൽ മുറുക്കി കെട്ടണം. ഞാൻ അങ്ങനെ മുറുക്കിയല്ല കെട്ടിയത്. അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഫസ്റ്റ് ടൈം ചെയ്യണോണ്ടാണ് കുറച്ച് മിസ്റ്റേക്കൊക്കെ എനിക്ക് പറ്റിയേട്ടാ. അപ്പോൾ അത് ഏകദേശം ഞാൻ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. അങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ ഏകദേശം കെട്ടി വെക്കണേണ്. അങ്ങനെ എല്ലാം ഫുള്ള് കവറായി. നമുക്കിനി ടൈ ചെയ്യാം. അപ്പം നമ്മൾ ആ മിക്സിലോട്ട് ഇതിങ്ങനെ മുക്കി കൊടുക്കണേ. നമ്മളിത് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ഗ്ലൗസോ കാര്യങ്ങളൊക്കെ ഇടണേണ് നല്ലത്. കാരണം ഇത് കുറച്ച് കെമിക്കലുള്ള കാര്യങ്ങളായത്. പിന്നെ നമ്മൾ പിള്ളേരില്ലാത്തപ്പോഴൊക്കെ ചെയ്യണേ കേട്ടോ കൂടുതലും നല്ലത്. അങ്ങനെ ഞാനെല്ലാം മിക്സ് ചെയ്തു. ഫുള്ളായിട്ട് അത് മുങ്ങിക്കിടക്കണേ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുത്തു. ഇനി നമുക്ക് 1 മണിക്കൂർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ 1 മണിക്കൂറാണ് വെച്ചത്. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുക്കണേ കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെടുത്തു. നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ കുറച്ചായി. അതാണ് ഞാൻ പറയുന്നത്, കുറച്ച് നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വേറൊരു വെള്ളത്തിലിട്ട് കയറൊക്കെ കഴിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യമല്ല വാഷ് ചെയ്യേണ്ടത്, നല്ലോണം മാറ്റി വെള്ളത്തിലിട്ട് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുറച്ചൊക്കെ കളറുണ്ട് ഇത് പോണേണെന്ന്. എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഇതിലായിട്ടുണ്ടാവും. ബാക്കിയുള്ള കളറൊക്കെയാണ് നമ്മൾ കഴുകുമ്പോൾ കുറച്ചേച്ച് പോവും. എന്നിട്ട് നമുക്ക് കുറച്ചേച്ച് വെള്ളം എടുത്ത് നല്ല രീതിയിൽ മാറി കഴുകി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈ ചെയ്തത് ഏകദേശം സെറ്റായിട്ടുണ്ട്. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുറുക്കിയല്ല കയറ് കിട്ടിയത്. അതുകൊണ്ട് നല്ല വൈറ്റ് ഷെയ്ഡൊക്കെ നൈസായിട്ട് റൗണ്ട് കാണുന്നുള്ളൂ. നമ്മൾ നല്ല മുറുക്കി കിട്ടിയാൽ നല്ല കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടിയാനേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.